Hello my dear students. ഞാൻ ഇന്ന് ഫോർത്ത് മൊഡ്യൂളിലുള്ള ഫസ്റ്റ് ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. ഫോർത്ത് മൊഡ്യൂളിൻ്റെ നെയിം ബേസിക്സ് ഓഫ് വെബ് ഡിസൈൻ ആൻഡ് ഓവർവ്യൂ ഓഫ് HTML5 എന്നാണ്. HTML ചില ഭാഗങ്ങളൊക്കെ ക്ലാസ്സിലെടുത്തായിരുന്നു, എങ്കിൽ പോലും ആദ്യം മുതൽ കേൾക്കാത്ത കുട്ടികൾക്കൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെക്കോർഡഡ് വീഡിയോ ഓൺലൈൻ ക്ലാസ്സായി എടുക്കുന്നത്. ഇതിന് രണ്ട് പാർട്ടുണ്ട്, അതായത് ബേസിക്സ് ഓഫ് വെബ് ഡിസൈൻ എന്നുള്ളൊരു പാർട്ടും രണ്ടാമത്തേത് പ്രോഗ്രാമിങ്ങിൻ്റെ ഓവർവ്യൂ ഓഫ് HTML5 ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കുന്നത് ഫസ്റ്റ് പാർട്ടാണ്, ദാറ്റ് ഈസ് ബേസിക്സ് ഓഫ് വെബ് ഡിസൈൻ. അതിലെന്തൊക്കെയാണുള്ളതെന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. വേൾഡ് വൈഡ് വെബ്, www, W3C, വെബ് ബ്രൗസർ, വെബ് സെർവർ, വെബ് ഹോസ്റ്റിംഗ്, വെബ് പേജസ്, DNS, URL, ആൻഡ് ഓൾസോ ഇൻട്രൊഡക്ഷൻ ടു HTML, XHTML, DHTML, HTTP. ഇത്രയും കാര്യങ്ങളെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു പോർഷൻ്റെ ഉദ്ദേശം. Therefore, I am going to discuss the basics of web design. Web designing is the planning and creation of websites. വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ പ്ലാനിങ്ങിൻ്റെയും ക്രിയേഷനെയും ആണ് നമ്മൾ വെബ് ഡിസൈൻ എന്ന് പറയുക. This includes a number of separate skills that all fall under the umbrella of web design. ഒരുപാട് സ്കില്ല് ഇതിനാവശ്യമുണ്ട്. അപ്പോൾ അതിലുള്ള സ്കിൽസാണ് ദാറ്റ് ഇൻഫർമേഷൻ ആർക്കിടെക്ചർ. എന്ത് ഇൻഫർമേഷനാണ് നമ്മൾ കൊടുക്കുന്നത്, അതിൻ്റെ ആർക്കിടെക്ചർ ക്രിയേഷൻ ഉണ്ട്. യൂസർ ഇൻ്റർഫേസ് നമുക്ക് വേണം, അതിൻ്റെ സൈറ്റിൻ്റെ ഓവറോൾ സ്ട്രക്ചർ വേണം, നാവിഗേഷൻ നമുക്ക് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം വെബ്സൈറ്റ്, അതിൻ്റെ ലേ ഔട്ട് എങ്ങനെ, കളേഴ്സ് എങ്ങനെയാണ്, അതിൻ്റെ ഫോണ്ട് എങ്ങനെയാണ്, ദാറ്റ്സ് ഓവറോൾ ഇമാജിനറി. ദിസ് ഓൾ ആർ ദ സം ഓഫ് ദ സ്കിൽസ് വി നീഡ് ടു for design a website. All these skills are combined with the principle of design to create a website that meets the goals of the company or individual from whom that the site being created. അതായത് നമ്മൾ ചിലപ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടായിരിക്കും, ഒരു ഇൻഡിവിജ്വലിന് വേണ്ടിയായിരിക്കും ഉണ്ടാക്കാം, എങ്കിൽ പോലും ഇതുപോലുള്ള പല സ്കില്ലുകൾ യൂസ് ചെയ്തിട്ട് പല പാരാമീറ്റേഴ്സാണ് നമുക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടത്. ബിഫോർ ഗോയിങ് ടു ദ വെബ് ഡിസൈനിങ് യു നീഡ് ടു നോ അബൌട്ട് ദ ഫണ്ടമെൻ്റൽസ് ഓഫ് നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ് ആൻഡ് വെബ്. നമ്മൾ വെബ് ഡിസൈനിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന് മുമ്പുള്ള കുറച്ച് ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ദാറ്റ്സ് ഫസ്റ്റ് വൺ ഈസ് നെറ്റ്വർക്ക്. എന്താണ് നെറ്റ്വർക്ക് എന്ന് അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് വെബിലേക്കും ഇതെങ്ങനെയാണ് വെബ്സൈറ്റും വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ നെറ്റ്വർക്ക് ഈസ് ടു ഓർ മോർ കണക്റ്റഡ് കമ്പ്യൂട്ടർ വിച്ച് ക്യാൻ ബി ഷെയർ റിസോഴ്സസ് ലൈക്ക് എ പ്രിൻ്റർ ഓർ ഇൻ്റർനെറ്റ് കണക്ഷൻ ഓർ ആപ്ലിക്കേഷൻ എക്സെട്ര. രണ്ടോ മൂന്നോ കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്ത് അതിലൂടെ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നെറ്റ്വർക്ക് എന്ന് പറയാം. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആൻഡ് ഡിവൈസസ് വിച്ച് ആർ ലിങ്ക്ഡ് ടുഗദർ യൂസിങ് എ വയർലെസ് നെറ്റ്വർക്ക് ഓർ എ വയ communication device or wired network and also a transmission medium. Therefore, it is a network. The network provides connectivity between computers and devices within a restricted range where only one entity is controlled or authorized to manage the entire system. അത് ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഒരുപാട് കമ്പ്യൂട്ടേഴ്സും ഡിവൈസസും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് ഒരു കമ്പ്യൂട്ടറിനാണ് അതിനെ ഓവറോൾ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ ഓതറൈസേഷൻ കൊടുക്കുക. അങ്ങനെയുള്ള നെറ്റ്വർക്കിനെ നമ്മൾ പറയുന്നതാണ് ക്ലയൻറ്റ് സെർവർ മോഡൽ ഓഫ് കമ്പ്യൂട്ടിങ്, അത് ക്ലയൻറ്റ് സെർവർ മോഡൽ ഓഫ് നെറ്റ്വർക്ക്. അങ്ങനെയുള്ള ക്ലയൻറ്റ് സെർവർ മോഡലിൽ ക്ലയൻറ്റ്സ് ആർ ദ ഡം ടെർമിനൽസ് എന്നാണ് പറയുക. ഡം ടെർമിനൽസ്, ദാറ്റ് മീൻസ് അത് ജസ്റ്റ് ഡാറ്റ ഇൻപുട്ട് ചെയ്യാനും അതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെർമിനൽസാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സെർവറിലാണ് ഈ നമ്മൾ ഒരു റിക്വസ്റ്റ് ഈ ക്ലയൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ റിക്വസ്റ്റിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെന്താണോ ആവശ്യമുള്ളത്, ആ ഡാറ്റയാണെങ്കിലോ സർവീസ് ആണെങ്കിലോ പ്രൊവൈഡ് ചെയ്യുന്നത് സെർവറാണ്. ദെർഫോർ സെർവർ കൺട്രോൾ, കോർഡിനേറ്റ് ആൻഡ് മാനേജ് ഓൾ ഓവർ ദ സിസ്റ്റം ആൻഡ് ഓൾസോ ഡിസ്ട്രിബ്യൂട്ട് ഡാറ്റ ടു ദ ക്ലയൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു പവർഫുൾ സെർവർ ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരുപാട് ക്ലയൻറ്റ്സ് ഉണ്ടാവും. That's connection, that type of connection network system is called client server system. ഓക്കെ, അതേപോലെ പിയർ ടു പിയർ നെറ്റ്വർക്ക് ഉണ്ട്. പിയർ ടു പിയർ നെറ്റ്വർക്കിൽ സെർവർ ഉണ്ടാവില്ല, അതെല്ലാ കമ്പ്യൂട്ടറിനും ഒരേ പ്രിയോറിറ്റി ആയിരിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ചെറിയ ചെറിയ നെറ്റ്വർക്ക് മാത്രമേ നമ്മൾ പിയർ ടു പിയർ സിസ്റ്റം യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ മെയിൻലി ദ ലാർജ് നെറ്റ്വർക്ക് ആർ ഇംപ്ലിമെൻറ്റഡ്
through the methodology called client-server computing or client-server networking. Next, what is Internet? Internet is the interconnected network. It is a global system which uses TCP/IP protocol suite to link various type of electronic devices worldwide. It's a global system. ഇത് TCP/IP പ്രോട്ടോകോൾ സ്യൂട്ടിനെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്ലോബൽ സിസ്റ്റം വേൾഡ് വൈഡ് ഡിവൈസസിനെ എല്ലാം കണക്ട് ചെയ്യുന്നത്. ഇതാണ് TCP/IP പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ നെറ്റ്വർക്കിൽ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിലാണ്. അതിലുള്ള രണ്ട് മെയിൻ പ്രോട്ടോകോൾസാണ് TCP/IP. അതുകൊണ്ടാണ് TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് എന്ന് പറയുന്നത്. TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, IP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷനാണ് പറയുന്നത്. അതായത് നമ്മൾ നെറ്റ്വർക്കിൽ വളരെ വിശദമായിട്ട് പഠിക്കും. Therefore, it's some technology. That technology is called a TCP/IP protocol suite to link various type of electronic devices worldwide. Therefore, it is an internet. Internet is a connection of or collection of interconnected devices which are spread across the globe. It is a network consisting of public, private, sales, finance, academic, business and government networks. പല ടൈപ്പ് പബ്ലിക്, പ്രൈവറ്റ് ആവാം, പേഴ്സണൽ നെറ്റ്വർക്ക് ഉണ്ടാവും, സെയിൽസ്, ഫിനാൻസ്, അക്കാഡമിക്, പല ടൈപ്പ് നെറ്റ്വർക്ക് ഉണ്ടാവും. All combinations of a network is called internet. Internet is a type of network and is called a network of network. The internet is a way of transformation information between the devices. We can access the internet in variety of ways. That's about internet. And then what is web or World Wide Web? Web or commonly known as World Wide Web is commonly known as web. It is created by Tim Berners-Lee എന്നുള്ള ഒരു മെസാച്യുസെറ്റ്സിലുള്ള ഒരു പ്രൊഫസറാണ്, യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസറാണ് ഈ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കണ്ടുപിടിച്ചത്. ഇറ്റ് വാസ് ഒറിജിനലി ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആക്സസ് ഓവർ ദ ഇൻ്റർനെറ്റ്. നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പറയും. അതാണ് HTML ക്രിയേറ്റ് ചെയ്ത ഫയൽസിൻ്റെ സിസ്റ്റത്തെ മാനേജ് ചെയ്യുന്ന ഇൻ്റർനെറ്റിലുള്ള ഒരു ഭാഗമാണ് വേൾഡ് വൈഡ് വെബ്. ഓക്കെ, നമ്മൾ സാധാരണ ഇൻ്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞ് എടുക്കുന്നത് വെബാണ്, ശരിക്കും ഇൻ്റർനെറ്റ് അല്ല. The resources of the web are transferred via hypertext transfer protocol. ഇതേപോലുള്ള വെബ് ബേസ്ഡ് കണ്ടൻറ്റുകളെ, ഹൈപ്പർ ടെക്സ്റ്റ് കണ്ടൻറ്റുകളെ ആക്സസ് ചെയ്യാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനാണ് നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ആക്സസ്ഡ് ബൈ യൂസേഴ്സ് ഓർ ബൈ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ കോൾഡ് വെബ് ബ്രൗസർ. അതായത് നമ്മൾ ഈ ഒരു ഇതിനൊക്കെ ആക്സസ് ചെയ്യുന്നത്, ഈ വെബ് ആക്സസ് ചെയ്യുന്നത് നമ്മളൊരു ബ്രൗസറിലൂടെയാണ്. ഓക്കെ, ആൻഡ് ആർ പബ്ലിഷ്ഡ് ബൈ എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ കോൾഡ് വെബ് സെർവർ. നമുക്ക് ഡാറ്റ കിട്ടുന്നത് വെബ് സെർവർ എന്നാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കുകയാണെന്ത് ഹൗ ടു ക്രിയേറ്റ് എ വെബ്സൈറ്റ് എന്ന് അടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലിങ്ക് കിട്ടും. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? നമ്മൾ വെബ് ബ്രൗസറിന്, അതാണ് ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ, അതിൽ നിന്ന് ഈ ഗൂഗിളിൻ്റെ സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്, ഹൗ ടു ക്രിയേറ്റ് എ വെബ്സൈറ്റ് എന്നതിൻ്റെ ലിങ്കുകൾ വേണമെന്ന്. അപ്പോൾ ഗൂഗിൾ എന്ത് ചെയ്യും? നമുക്ക് ആവശ്യമുള്ള ലിങ്കുകളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യും. അതിലുള്ള ലിങ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഹൗ ടു ക്രിയേറ്റ് എ വെബ്സൈറ്റ് എന്നുള്ളത് പഠിക്കാം. ദർഫോർ ഈ ഗൂഗിൾ എന്ന് പറയുന്നത് വെബ് സെർവറാണ്. നമ്മുടെ അടുത്തുള്ള ഏതാണോ, മോസില്ലയാണോ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ആണോ, അതെന്താണ്? ക്ലയൻ്റാണ്. അപ്പോൾ ഗൂഗിളിൻ്റെ സെർവർ ചിലപ്പോൾ ഇന്ത്യയിലുണ്ടാവും, ഏതെങ്കിലും ഒരു സെർവറിലായിരിക്കും പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇറ്റ് കൺട്രോൾ ആൻഡ് മാനേജ് ഓവറോൾ ദ കൊറീസ് ടു ദ google.com. ഓക്കെ, എങ്ങനെയാണ് google.com വന്നതെന്നുള്ളത് നമ്മൾ പറയും. ദ വെബ് ഈസ് എ വേ ടു ആക്സസ് ഇൻഫർമേഷൻ ത്രൂ ദ ഇൻ്റർനെറ്റ്. അപ്പോൾ വെബിലൂടെയാണ് നമ്മൾ മെയിനായിട്ട് ഇൻ്റർനെറ്റ് എന്ന ഡാറ്റ ആക്സസ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് W3C? W3C means the World Wide Web Consortium is an international community that develops open standard to ensure the long-term growth of the web. വെബിനെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ബോഡിയാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിനെയാണ് നമ്മൾ വേൾഡ് വൈഡ് കൺസോർഷ്യം എന്നൊക്കെ പറയുന്നത്. ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയാണ്, സ്വന്തമായി ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. ഫൗണ്ടഡ് ഇൻ 1995 ആൻഡ് കറൻ്റ്ലി ലീഡ് ബൈ ടിം ബേണേഴ്സ്-ലീ. നമ്മൾ വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ച കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ് ടിം ബേണേഴ്സ്-ലീ. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ
ഇതിനിപ്പോൾ ലീഡ് ചെയ്യുന്നത്. ദ കൺസോർഷ്യം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെമ്പേഴ്സ് ഓർഗനൈസേഷൻ ദാറ്റ് മെയിൻറ്റെയിൻ ഫുൾ ടൈം സ്റ്റാഫ് വർക്കിംഗ് ടുഗദർ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് വേൾഡ് വൈഡ് വെബ്. ഇപ്പോഴും അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. HTML വേർഷൻസ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഫുൾ ടൈം വർക്കിംഗ് സ്റ്റാഫൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ മെമ്പേഴ്സും ഉണ്ട്. As of 21 March 2022, W3C had 459 members. W3C also engaged in education and outreach and develops softwares and serves an open forum for discussion about the web. അപ്പോൾ ഒരു ഓപ്പൺ ഡിസ്കഷൻ കൊടുക്കുന്ന ഒരു ടെക്നിക്കൽ പ്ലാറ്റ്ഫോം, ഒരു ടെക്നിക്കൽ കമ്മ്യൂണിറ്റിയാണ് W3C, മെയിൻലി കോൺസെൻട്രേറ്റഡ് ടു ദ വെബ് ആൻഡ് ഇൻ്റർനെറ്റ്. Next is what is web browser. Web browser is already I noted it. That is a web. Tell about it. The web browser. A web browser is an application software used to access information on the World Wide Web or web is called web browser. നമ്മൾ ഏതിലൂടെയാണ് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുന്നത് അതിനാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. പല വെബ് ബ്രൗസേഴ്സ് ഉണ്ട്. നമുക്കറിയാം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ട്, മോസില്ല ഉണ്ട്, ഗൂഗിൾ ക്രോം ഉണ്ട്, സഫാരി ഉണ്ട്. അതേപോലെ പല വെബ് ബ്രൗസേഴ്സ് ഉണ്ട്. ഈ വെബ് ബ്രൗസേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നെറ്റിൽ നിന്ന് ഡാറ്റ എടുക്കാൻ കഴിയും. When a user requests some information, the web browser fetches the data from the web server, then display the web page on the user screen. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഈ വെബ് ബ്രൗസറിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റ അത് വെബ് സെർവറിലേക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് വെബ് സെർവറിൽ നിന്ന് ഡാറ്റ എടുത്ത് നമ്മളെ സിസ്റ്റത്തിലേക്ക് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത് ഈ വെബ് ബ്രൗസറാണ്. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഈസ് വെബ് സെർവർ. വെബ് സെർവർ ഈസ് എ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ വിത്ത് ഹ്യൂജ് സ്റ്റോറേജ് വേർ ദ വെബ് കണ്ടൻറ്റ് ഈസ് സ്റ്റോർ. ആക്ച്വലി നമ്മൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരുപാട് വെബ്സൈറ്റുകൾ വാച്ച് ചെയ്യുന്നുണ്ട്. ഈ വെബ്സൈറ്റുകളൊക്കെ നമ്മളെ സിസ്റ്റത്തിലല്ല ഉള്ളത്. അതൊക്കെ ഉള്ളത് ഇപ്പോൾ യൂട്യൂബ്, അതുള്ളത് എവിടെയോ ആണ് ഇതിൻ്റെ സ്റ്റോറേജ്. നമ്മളെ മൊബൈലിലാണ് ഇതിൻ്റെ സ്റ്റോറേജ് എങ്കിലോ നമുക്ക് മെമ്മറിയൊക്കെ എപ്പോഴോ ഔട്ട് ഓഫ് റേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് പല സ്ഥലത്തായിട്ട് ഒരു ഹ്യൂജ് സ്റ്റോറേജ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനത്തെ സ്റ്റോറേജ് നമ്മൾ ക്ലൗഡ് സ്റ്റോറേജ് എന്നാണ് പറയുക. Therefore, the cloud storage is reside in web server. ഈ വെബ് സെർവറിൻ്റെ ഉള്ളിലുണ്ട്. ഫേസ്ബുക്കിന് വെബ് സെർവർ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കത് ചെയ്യുന്നത്, നമ്മൾ എത്ര ഡാറ്റ അതിലേക്ക് സ്റ്റോർ ചെയ്താലും നമ്മളെ മെമ്മറി യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വെബ് സെർവർ ഈസ് എൻ മെയിൻ ഫ്രെയിം computer with huge storage where web content is stored. Basically, web server is used to host the websites, but there exist other web server also, such as gaming, storage, FTP, email, etc. അതായത് ബേസിക്കലി നമ്മളെ വെബ്സൈറ്റുകൾ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഒരുപാട് വെബ്സൈറ്റുകൾ ലോഡ് ചെയ്തിരിക്കുന്ന ഒരു ഹ്യൂജ് മെമ്മറിനെയാണ് നമ്മൾ വെബ് സെർവർ എന്ന് പറയുക. പക്ഷേ അതുപോലെ തന്നെ ഗെയിമിങ്ങിന് വേണ്ടി, ഓൺലൈൻ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടും, അതേപോലെ ഓൺലൈൻ സ്റ്റോറേജ്, ക്ലൗഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ടും, അതേപോലെ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, അതായത് ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ, ഗ്ലോബലി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടും, ഇമെയിൽ സർവീസിന് വേണ്ടിയിട്ടൊക്കെ വെബ് സെർവർ ഉണ്ട്. Next is what is the concept of web hosting. Web hosting is a service that allows organizations and individuals to post a website or web page onto the internet. നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് നമ്മൾ വെബ്സൈറ്റോ വെബ് പേജോ അതായത് പ്രസൻറ്റ് ചെയ്യുന്നത് ഇന്ന പ്രോസസ്സിനെയാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ വെബ്സൈറ്റ് ആവാം. Therefore, a web host or web hosting service provider, ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? It is a business that provides the technologies and services needed for the website or web page to be viewed in the internet. ആ ഹോസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡർ, വെബ് ഹോസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗോഡാഡി എന്നൊക്കെ കേട്ടില്ലേ, അതേപോലെ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി വെബ് ഹോസ്റ്റിംഗ് സർവീസ് ഉണ്ട്. ഒരുപാട് വെബ് ഹോസ്റ്റിംഗ് സർവീസ് ഉണ്ട്. നിങ്ങളൊരു HTML ചെറിയൊരു സ്റ്റാറ്റിക് വെബ് പേജ് ചെയ്തിട്ട് ചിലപ്പോൾ ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് കിട്ടും. നല്ല വെബ്സൈറ്റുകൾ നമ്മൾ സ്റ്റോർ ചെയ്യണം, നല്ല സ്റ്റോറേജൊക്കെ വേണമെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങണം. ഓക്കെ, therefore there are different types of providers are there. It is a business that provide technologies and services needed for the website or web page to be viewed in the internet. When a hosting provider allocates a space, our space തരും on a web server or for a website to store its file, they are hosting
വെബ്സൈറ്റ്. ഓക്കെ, വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്ത് നമുക്കൊരു സ്റ്റോറേജ് കിട്ടും. നമുക്ക് അതിൽ ഇങ്ങനെ ഡാറ്റ മാറ്റി കൊടുക്കുക. അതിനനുസരിച്ച് നമ്മൾ വെബ്സൈറ്റിലെ കണ്ടൻറ്റും മാറും. നമുക്ക് കോഡ് മാറ്റാം, അതിലുള്ള പിക്ചേഴ്സ് മാറ്റാം. ഓക്കെ, നെക്സ്റ്റ്, വെബ് ഹോസ്റ്റിംഗ് മേക്സ് ദ ഫയൽസ് ദാറ്റ് കംപ്രൈസ് ഇൻ വെബ്സൈറ്റ് അവൈലബിൾ ഫോർ വ്യൂയിങ് ഓൺലൈൻ. അതേപോലെ വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വെബ്സൈറ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെ വെബ്സൈറ്റ് നമ്മളെ സിസ്റ്റത്തിലേ കാണാൻ പറ്റുമോ, ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു URL കിട്ടും. എവരി വെബ്സൈറ്റ് യു ആർ എവർ വിസിറ്റഡ് ഈസ് ഹോസ്റ്റഡ് ഓൺ എ സെർവർ. നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന വെബ്സൈറ്റുകളൊക്കെ ഏതോ ഒരു സെർവറിൽ ഹോസ്റ്റ് ചെയ്ത വെബ്സൈറ്റുകളാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് വെബ് പേജ് ആൻഡ് വെബ്സൈറ്റ്? Web page is a document available on the World Wide Web. Web pages are stored on the web server and can be viewed using web browser. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വെബ് പേജസ് എന്ന് പറയുന്നത് നമ്മൾ വെബ് സെർവറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പേജസ് ആണ്. അതിനെ നമ്മൾ ബ്രൗസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ബ്രൗസറിലൂടെ നമുക്കതിനെ അതിൻ്റെ കണ്ടൻറ്റ് വ്യൂ ചെയ്യാൻ പറ്റും. A web page can contain huge information including text, graphics, audio, video, hyperlinks, etc. Okay, these hyperlinks are linked to other web pages and collection of web pages is on a web service called website. അപ്പോൾ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വെബ് പേജസ് ആർ കളക്ഷൻ ഓഫ് വെബ് പേജസ് ആണ്. ഇറ്റ്സ് ലിങ്ക് ടുഗദർ ദ ഹൈപ്പർ ലിങ്ക്. ദർഫോർ ഇറ്റ്സ് കോൾഡ് ഹൈപ്പർ ലിങ്ക്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ protocol. It is accessed through the hypertext transfer protocol. Therefore, mainly the web is accessed, or web is main content of the website is hypertext. Then what is static and dynamic web page? Static web page is also known as flat or stationary web page. They are loaded on a client browser and exactly they are stored on the web server. Such web pages contain only static information. എന്താണോ വെബ് സെർവർ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതേപോലെ നമുക്ക് ഇവിടെയും ലോഡ് ചെയ്യും. അത് സ്റ്റാറ്റിക് ആണ്. അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നമ്മൾ എവിടെ മാറ്റം വരുത്തണം? യൂസർ ക്യാൻ ഓൺലി റീഡ് ദ ഇൻഫർമേഷൻ ബട്ട് കാൺ ഡു എനി മോഡിഫിക്കേഷൻ ഓർ ഇൻട്രാക്ട് വിത്ത് ദ ഇൻഫർമേഷൻ. അതിലൊന്നും മോഡിഫിക്കേഷൻ ഒന്നും വരാൻ നമുക്ക് പറ്റില്ല. നമുക്ക് അവിടെ ഇങ്ങനെ വ്യൂ ചെയ്യാം. ഒരുപാട് വെബ് പോർട്ടലുകളുണ്ടാവും നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്. അതൊക്കെ നമുക്കിങ്ങനെ വ്യൂ ചെയ്യാം. വെബ്സൈറ്റുകൾ നമുക്ക് അതിനോട് ഇൻറ്ററാക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള പേജസ്, വെബ്സൈറ്റുകളെ അല്ലെങ്കിൽ വെബ് പേജുകളെ നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയും. സ്റ്റാറ്റിക് വെബ് പേജ് ഓർ സ്റ്റാറ്റിക് വെബ്സൈറ്റ്സ്. ഒരു പേജ് അതേപോലെ തന്നെ ഉണ്ട് ഡൈനമിക് വെബ് പേജസ് ഉണ്ട്. ഡൈനമിക് വെബ് പേജ് ഷോസ് ഡിഫറെൻറ്റ് ഇൻഫർമേഷൻ അറ്റ് ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് ടൈം. നമ്മൾ ഒരു സമയം കൊടുത്തായിരിക്കില്ല ആ വെബ്സൈറ്റിലുള്ള അല്ലെങ്കിൽ വെബ് പേജിലുള്ള ഡാറ്റ ഗ്രാജുവലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡൈനമിക് വെബ് പേജ് എന്ന് പറയും. അതേപോലെ തന്നെ ഇറ്റ് പോസിബിൾ ടു ചേഞ്ച് ദ പോർഷൻ ഓഫ് വെബ് പേജ് വിത്തൗട്ട് ലോഡിങ് ദ എൻ്റർ വെബ് പേജ്. വെബ് പേജിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് ക്ലയൻറ്റ് ഈ ബ്രൗസറിലൂടെ തന്നെ അതിൻ്റെ കണ്ടൻറ്റ് മാറ്റാൻ പറ്റും. അങ്ങനെയുള്ള വെബ് പേജുകൾ നമ്മൾ ഡൈനമിക് വെബ് പേജ് എന്ന് പറയും. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് ഇൻ്ററാക്റ്റീവ്. ഇറ്റ് ഹാസ് ബീൻ പോസിബിൾ ഫോർ അജാക്സ് ടെക്നോളജി. അജാക്സ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അജാക്സ് ടെക്നോളജി ഉള്ളതുകൊണ്ടാണ് നമുക്കങ്ങനെ കഴിയുന്നത്. നെക്സ്റ്റ്, ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡൈനമിക് വെബ് പേജ്. ദാറ്റ്സ് എ സർവർ സൈഡ് ഡൈനമിക് വെബ് പേജ് ആൻഡ് ക്ലയൻറ്റ് സൈഡ് ഡൈനമിക് വെബ് പേജ്. ഇൻ സർവർ സൈഡ് ഡൈനമിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ക്രിയേറ്റഡ് ബൈ യൂസിങ് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. സെർവറിൻ്റെ ഭാഗത്ത് നമ്മൾ കോഡ് ചെയ്തിട്ട് ഡൈനമിക് പേജ് ഉണ്ടാക്കിയ ദാറ്റ് ഇസ് എ സർവർ സൈഡ് ഡൈനമിക് വെബ് പേജ്. ദർ ആർ server-side scripting parameters that determine how to assemble a new web page, which also includes setting up of more client-side processing. പല പല പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ അസംബ്ലി ന്യൂ വെബ് പേജിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് സർവർ സൈഡ് ഡൈനമിക് വെബ് പേജ് ഉണ്ടാക്കാം. അത് സർവർ സൈഡിലാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് നടത്തുന്നത്. ഇൻ ദ കേസ് ഓഫ് ക്ലയൻറ്റ് സൈഡ് ഡൈനമിക് വെബ് പേജ്, ഇറ്റ് ഇസ് എ പ്രോസസ് യൂസിങ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് സച്ച് ആസ് ജാവാസ്ക്രിപ്റ്റ്. ഇപ്പോൾ സെർവ്ലെറ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് സെർവർ സൈഡിൽ ചെയ്യാം. അതേപോലെ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ക്ലയൻറ്റ് സെർവറിൽ ഡൈനമിക് വെബ് പേജ് ആക്കി മാറ്റുന്നത്. അതുപോലെ ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. അതിനെ പ്രോസസ്സ് ചെയ്യുന്നത് കൺസെപ്റ്റ് ഈസ് കോൾഡ് ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയുന്നൊരു മോഡൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് എന്നുണ്ടാക്കിയ ക്ലയൻറ്റ് സെർവർ ഡൈനമിക് സ്ക്രിപ്റ്റിംഗ് വെബ് പേജിനെ നമ്മൾ ഓട്ടോമാറ്റിക് ചേഞ്ച് ചെയ്യുന്നത്. ദ കൺസെപ്റ്റ് ഈസ് കോൾഡ് ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ. Next is what we mean by DNS, that is domain name system. Domain name system helps to resolve the host name to an address. അതായത് നമ്മൾ ഡൊമൈൻ നെയിം വെച്ചിട്ടാണ് നമ്മൾ ഓരോ വെബ്സൈറ്റുകളെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്.
ഫോർ എക്സാമ്പിൾ www.google.com എന്ന് പറയുന്നതിൽ ഈ .com എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ www എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബിനെ അറിയിക്കുന്നു. .google എന്ന് പറയുന്നത് സെർവറാണ്. .com എന്ന് പറയുന്നത് അതിൻ്റെ DNS ആണ്, ഡൊമെയിൻ നെയിമാണ്. അപ്പോൾ ഇതിന് ടോട്ടൽ ഈ www.google.com എന്നതിന് നമ്മൾ പറയുന്നത് ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത്, ഡൊമെയിൻ നെയിം ഇതാണ് അതിന് പറയാം ടോട്ടലായിട്ട്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു IP അഡ്രസ്സ് ഉണ്ടാവും. എങ്ങനെ IP അഡ്രസ്സ്? ഈ IP അഡ്രസ്സാണ് ഈ സെർവറിൻ്റെ ഈ മെഷീൻ്റെ അഡ്രസ്സ്, നെറ്റ്വർക്ക് അഡ്രസ്സിനെയാണ് നമ്മൾ IP അഡ്രസ്സ്, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു പേര് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പേരിന് കറസ്പോണ്ടിങ് ഒരു IP അഡ്രസ്സ് ഉണ്ടാവും. ദർഫോർ ജസ്റ്റ് കണക്റ്റഡ് ടുഗദർ, ഇതിനെ നമ്മൾ കണക്ട് ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ പേരാണ് DNS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ www.google.com അടിക്കുമ്പോൾ ആദ്യം പോകുന്നത് ഈ DNS സിസ്റ്റത്തിലേക്കാണ് പോവുക. അപ്പോൾ അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് ഉണ്ടാവും. ഈ IP അഡ്രസ്സുള്ള സെർവറിലേക്കാണ് എന്ത് ചെയ്യുക നമ്മുടെ റിക്വസ്റ്റ് പോവുക. Therefore DNS system, domain name system, helps to resolve the host name to an address. host name എന്ന് പറയുന്നത് നമ്മൾ ഈ സെർവറിൻ്റെ പേരാണ്. ഇറ്റ് യൂസസ് എ ഹൈറാർക്കിക്കൽ നെയിമിംഗ് സ്കീം ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് ഓഫ് IP അഡ്രസ് ആൻഡ് അസോസിയേറ്റഡ് നെയിംസ്. അപ്പോൾ ഒരുപാട് ലിസ്റ്റാണ്, ഒരു വലിയ ഹൈറാർക്കി ഓഫ് ലിസ്റ്റാണ് ഈ IP അഡ്രസ്സിൽ ഉണ്ടാവുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൊമെയിൻ നെയിമോ അല്ലെങ്കിൽ ഹോസ്റ്റ് നെയിമും ഉണ്ടാവും. ദ ഡൊമെയിൻ നെയിം സിസ്റ്റം കംപ്രൈസസ് ഓഫ് 3 parts. 3 കാര്യങ്ങളതിലുണ്ട്. ദാറ്റ്സ് ഡൊമെയിൻ നെയിംസ് ഉണ്ട്, ഡൊമെയിൻ നെയിം സ്പേസ് ഉണ്ട്, നെയിം സെർവർ ഉണ്ട്. ദാറ്റ് ഹാവ് ബീൻ ഡിസ്ക്രൈബ് ബിലോ. Domain name is a symbolic string associated with the IP address. There are several domain names are available. അതായത് മെയിനായിട്ട് .com, .edu, .gov, .net അതിനെയാണ് നമ്മൾ ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത്. വൈൽ സം കൺട്രീസ് ലെവൽ ഡൊമെയിൻ, അതായത് കൺട്രി ലെവലും അതിൻ്റെ കൂടെ .co, .in, .us എന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ ഒരു കൺട്രിയിൽ എവിടെയാണോ ആ സെർവർ ഉള്ളത് ആ സെർവറിനനുസരിച്ച് ആ ഡൊമെയിൻ നെയിമിൻ്റെ കൂടെ എന്തുണ്ടാവും, അതിൻ്റെ കൺട്രി ഡൊമെയിൻ നെയിം കൂടെ ഉണ്ടാവും. നെക്സ്റ്റ് ഇസ് ഡൊമെയിൻ നെയിം സ്പേസ്. That refers to the hierarchy in the internet naming structure. This hierarchy has multiple level with a root at the top. അതായത് ഒന്നുമില്ല, അതിലൊരു വലിയൊരു ഡൊമെയിൻ നെയിമിൻ്റെ ഒരു സ്പേസിനെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ 128 ലെവലുണ്ട്. ആ ലെവൽ ഏറ്റവും ടോപ്പിൽ റൂട്ടായിരിക്കും. എന്നിട്ട് അതിലിങ്ങനെ എന്താ പറയുക ട്രീ പോലെ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്നതാണ് ഡൊമെയിൻ നെയിം സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡൊമെയിൻ നെയിം സെർവർ. ഇറ്റ് കണ്ടെയ്ൻ DNS ഡാറ്റാബേസ്. ദിസ് ഡാറ്റാബേസ് കോമ്പൈൻസ് വേരിയസ് നെയിംസ് ആൻഡ് ദെയർ കറസ്പോണ്ടിങ് IP അഡ്രസ്. അപ്പോൾ അതിലാണ് നമ്മൾ സെർവറിൻ്റെ നെയിംസും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സസ് ഉണ്ടാവുക. ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ എ സിംഗിൾ സെർവർ ടു എൻ്റർ DNS ഡാറ്റാബേസ്. ദെർഫോർ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ ഒറ്റൊരു സെർവറിൽ മാത്രം നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ദെർഫോർ ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ മെനി DNS സെർവേഴ്സ്. അപ്പോൾ DNS നെയിം സെർവർ എന്ന് പറഞ്ഞാൽ ഒന്നല്ല, ഒരുപാട് നെയിം സെർവേഴ്സ് ഉണ്ടാവും. നെക്സ്റ്റ് ഇസ് URL. URL മീൻസ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. It refers to a web address which uniquely identify a document over the internet. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ വെബ് അഡ്രസ്സ് എന്ന് പറയുന്ന സാധനമാണ് എന്ത് ഈ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ URL എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേജ് വെബ്സൈറ്റിൽ അതിൻ്റെ URL ആണ് https://cias.edu.in/cs.php. It's the URL to Computer Science and Application Department page of Safi Institute of Advanced Study website. ഓക്കെ, അപ്പോൾ അതാണ് URL എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഡൊമെയിൻ നെയിം ഉണ്ടാവും, അതിൻ്റെ പിന്നെ സെർവർ നെയിം ഉണ്ടാവും. .edu, .in എന്ന് പറയുന്നത് അതിൻ്റെ ഡൊമെയിൻ നെയിമാണ്. അത് HTTPS അതിൻ്റെ പ്രോട്ടോക്കോളാണ്. HTTP ഉണ്ട്, HTTPS ഉണ്ട്. HTTP സെക്യൂർ എന്നാണ്, അതിൻ്റെ കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടുള്ള പ്രോട്ടോക്കോളാണത്. :/ ഇട്ടതിന് ശേഷം നമ്മൾ സെർവർ നെയിം കൊടുക്കും. അതിനുശേഷം .www ഉണ്ട് കേട്ടോ, അതിനിടയ്ക്ക് www ഇല്ലെങ്കിലും അത് വർക്ക് ചെയ്യാറുണ്ട്. www.cias.edu.in എന്നുള്ളതാണ് ആ ഒരു വെബ്സൈറ്റ്. അതിലുള്ളൊരു പേജാണ് അതിലുള്ളൊരു പേജിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ഡയറക്ടറിയാണ് cs.php. ആ പേജ് നമുക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ ഡയറക്റ്റ് അടിച്ചാൽ ഡയറക്റ്റ് ആ പേജിലേക്ക് പോകും. There are 2 types of URLs, 2 forms of URL. That is absolute URL and relative URL. Then what is absolute URL? Absolute URL is the complete address of the resource on the web. അത്രേ ഉള്ളൂ. This complete address comprises of protocol used, server name, path name and file name. എല്ലാ കാര്യങ്ങളും ഉണ്ടാവും.
പ്രോട്ടോകോൾ യൂസ്ഡ് അത് HTTP അല്ലെങ്കിൽ HTTPS അല്ലെങ്കിൽ FTP അങ്ങനെ പല പ്രോട്ടോകോൾസ് ഉണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതാണ്. അതിനുശേഷം നമ്മൾ കോളൻ ഡബിൾ ഇട്ടിട്ട് വാട്ട് ഈസ് എ സെർവർ നെയിം നമ്മൾ www.cslearning എന്ന് കൊടുത്തു, CS learning എന്ന് കൊടുത്തു. നെക്സ്റ്റ് ദാറ്റ് ഈസ് എ ഫയൽ നെയിം. വാട്ട് ഈസ് എ ഫയൽ നെയിം? പാത്ത് നെയിം. ഇൻ്റർനെറ്റ് ടെക്നോളജിയാണ് പാത്ത് നെയിം /index.htm. ഇപ്പോൾ സെർവർ നെയിം എന്ന് പറയുന്നത് www.cslearning.com ആണ്. ഇൻ്റർനെറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് പാത്ത് നെയിമാണ് /index.htm എന്ന് പറയുന്നതാണ് കറക്റ്റ് ഫയൽ. അപ്പോൾ അത്രയും കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ HTTP is the protocol, CS learning is the server name, .com is the DNS, and index.htm is the file name. Okay. The protocol parts tells the browser how to handle the file. Okay. Next is relative URL. Relative URL is the partial address of the web page. Unlike absolute URL, the protocol and server part are omitted from the relative URL. Relative URL are used for internal links, to create links to files that are part of some website as a part of web pages on you are placing the link. For example, cslearning.com internet technology or internet reference model can use the relative URL which can take the form /internet/technology internet OSI മോഡൽ എന്നൊക്കെ നമുക്ക് കൊടുക്കാം, total.jpg. അപ്പോൾ അത് ഈ റെഫറൻസ് മോഡലിൻ്റെ ഉള്ളിലുള്ളതാണ്, ഇൻ്റർനെറ്റ് ടെക്നോളജീൻ്റെ ഉള്ളിലുള്ളതാണ്. ഒരു കറക്റ്റ് ഒരു 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 ഡാറ്റ നമ്മൾ എടുക്കുന്നതിനാണ് ഇങ്ങനെ പറയാം. ഓക്കെ. ഇപ്പോൾ പാർഷ്യലായിട്ടാണ് നമ്മൾ അഡ്രസ്സ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് എ റിലേറ്റീവ് URL. അത് ഉപയോഗിക്കുന്നത് ഇറ്റ് യൂസ്ഡ് ഫോർ ഇൻറ്റേർണൽ ലിങ്ക്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻസൈഡ് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിലേറ്റീവ് URL, അബ്സല്യൂട്ട് URL എന്ന് പറഞ്ഞാൽ ഫുൾ ശരിക്ക് URL ആണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ദ ഇൻട്രൊഡക്ഷൻ ടു HTML. ഇത്രയും കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളാണ് ദ ബേസിക്സ് ഓഫ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ വി ആർ ഗോയിങ് ടു HTML, ബേസിക്സ് ഓഫ് HTML, ഇൻട്രൊഡക്ഷൻ ടു HTML. എന്താണ് HTML എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. HTML is an acronym which stands for Hypertext Markup Language, which is used for creating web pages and web applications. അപ്പോൾ ഇതൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജിൻ്റെ ഫുൾ ഫോമാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ്, എന്താണ് മാർക്കപ്പ് ലാംഗ്വേജ് നമുക്ക് നോക്കാം. ഹൈപ്പർ ടെക്സ്റ്റ് സിംപ്ലി മീൻസ് ടെക്സ്റ്റ് വിത്തിൻ ദ ടെക്സ്റ്റ്. What do you mean by text within the text? A text has a link within it. It's hypertext. അതായത് നമ്മൾ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് വേറെ പേജിലേക്ക് പോകാൻ പറ്റും. അവിടെ നിന്ന് ലിങ്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ കൺസെപ്റ്റിനെയാണ് നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയാം. ഓക്കെ. അതായത് ടെക്സ്റ്റ് വിത്തിൻ ദ ടെക്സ്റ്റ്. Whenever you click on a link which bring you to a new web page, you have to click on the hypertext. Hypertext is a way to link two or more web pages with each other. Okay. HTML document. Next is what is markup language. A markup language is a computer language that is used to apply layout and formatting conversion to a text document. ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻറ്റിലേക്ക് പല പല ലേഔട്ടുകൾ കൊടുക്കാം, അലൈൻമെൻറ്റ് കൊടുക്കാം, ഫോമാറ്റിൻ്റെ കൺവേർഷൻസ് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ടുണ്ട്. അതിൽ ഹൈപ്പർ ടെക്സ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഈ ടെക്സ്റ്റുകളൊക്കെ നമുക്ക് അലൈൻ ചെയ്യാം, ഫോമാറ്റ് ചെയ്യാനൊക്കെ പറ്റും. The markup language makes text more interactive and dynamic. It can turn text into images, tables and links, etc. Okay. Then what is XML? HTML പോലെ തന്നെയാണ് XML. Some differences are there. XML എന്ന് പറഞ്ഞാൽ it's a scripting language which allows user to define their own customized markup languages, especially in order to display document on the internet. അതായത് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കപ്പ് ലാംഗ്വേജാണ് XML, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. XML ഈസ് അതിൽ ഒരു 3-4 പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് XML നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. എന്തൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ് നോക്കാം. XML is extensible. XML allows you to create your own self-descriptive tags or language to suit your application. നമുക്ക് സ്വന്തമായി ടാഗ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് XMLൻ്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, XML carries the data, does not present it. XML allows to store the data irrespective of how it will be present.
XML കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനാണ്, എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യുന്നതിലേക്കല്ല. ആൻഡ് XML ഈസ് എ പബ്ലിക് സ്റ്റാൻഡേർഡ്. ഇതൊരു പബ്ലിക് സ്റ്റാൻഡേർഡാണ്. ഇറ്റ് ഡെവലപ്ഡ് ബൈ വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം ആൻഡ് അവൈലബിൾ എന്നാണ് ഓപ്പൺ സ്റ്റാൻഡേർഡ്. ഓക്കെ, ഓപ്പൺ സ്റ്റാൻഡേർഡാണ്, അവർ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. നെക്സ്റ്റ് ഈസ് XHTML. HTML, XML, XHTML. These three are different. Okay. XHTML stand for Extensible Hypertext Markup Language. അപ്പോൾ HTML ചില വേർഷൻസിൽ മാറ്റം വരുത്തിയതാണ് എക്സ്റ്റെൻസിബിൾ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇറ്റ്സ് എ ക്രോസ് ബിറ്റ്വീൻ HTML ആൻഡ് XML ലാംഗ്വേജ്. അതായത് HTMLനും XMLനും ചില പ്രോപ്പർട്ടീസ് എടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് അർത്ഥം. XHTML is the most identical to HTML, but it is stricter than HTML. XHTML is a XML HTML defined as an XML application. It is supported by all major browsers. XHTML was developed to make HTML more extensible and increase interoperability with the data format. അപ്പോൾ പല ഡാറ്റ ഫോമാറ്റുകൾ തമ്മിലുള്ള കണക്ഷൻസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും പല ലാംഗ്വേജസിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് XHTML എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാക്കിയത്. There are two main reasons behind the creation of XHTML. It creates a stricter standard for making web pages, reducing incompatibilities between the browser, so it is compatible for all major browsers. അപ്പോൾ കോമ്പാറ്റബിലിറ്റി പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒരു കൃത്യമായ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് XHTML ഉണ്ടാക്കിയിരിക്കുന്നത്. It creates a standard that can be used on variety of different devices without any change. ഒരു ചേഞ്ചൊന്നും ഇല്ലാതെ പല ഡിവൈസസിൽ പല കോൺഫിഗറേഷനിൽ നമുക്ക് വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ XHTML ഉണ്ടാക്കിയ വെബ്സൈറ്റിലൂടെ പറ്റും. Then what is DHTML? DHTML stands for Dynamic Hypertext Markup Language. That is called Dynamic HTML. Then what is Dynamic HTML? It's not a markup or programming language, but it's a term that combines the features of various web development technology for creating web pages dynamic and interactive. ഒരു വെബ്സൈറ്റ് ഡൈനാമിക്കും ഇൻറ്ററാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പല ടെക്നോളജീസിൻ്റെ കോമ്പിനേഷൻസിനെയാണ് ഡൈനാമിക് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഓർ ഡൈനാമിക് HTML എന്ന് പറയുന്നത്. അത് ഒരു സിമ്പിളായിട്ട് അത് മാത്രം ഒരു ലാംഗ്വേജ് അല്ല. എന്തൊക്കെയാണ് DHTML ഉള്ളത്? The DHTML application was introduced by Microsoft with the release of 4th version of Internet Explorer in 1997 ഈ DHTML ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ 4 മെയിൻ കമ്പോണൻസ് ആണുള്ളത്. DHTML കൺസിസ്റ്റിംഗ് ഓഫ് ദ ഫോളോയിങ് 4 കമ്പോണൻസ് ഓർ ലാംഗ്വേജസ്. HTML 4.0, അതായത് HTML ഒരു വേർഷനാണ്. CSS ആൻഡ് ഓൾസോ JavaScript ആൻഡ് ഓൾസോ DOM, ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ. We already discuss about the DOM. First one is HTML 4.0. The version of 4.0 of HTML is a core component of DHTML. It defines the structure of web page and various defined basic elements or tags. HTML 4.0 ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് HTML 5 ആണ്. നെക്സ്റ്റ് CSS ആണ് അതിൻ്റെ അടുത്ത കമ്പോണൻറ്റ്. CS stand for Cascading Style Sheet, which allows the web users or developer controlling the style and layout of HTML element on the web page. അതായത് വെബ് പേജിൻ്റെ സ്റ്റൈല്, ഡിസൈനിങ് സ്റ്റൈലും അതിൻ്റെ ലേഔട്ടും തീരുമാനിക്കുന്നത് ഈ CSS എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അതിനെയാണ് നമ്മൾ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് പ്രാക്ടിക്കൽ ചെയ്യും HTML CS വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക. അപ്പോൾ അത് സ്റ്റൈല് CSS തീരുമാനിക്കും, അതേപോലെ അതിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ HTML തീരുമാനിക്കും. Next is JavaScript. JavaScript is a scripting language which is done on a client side. The various browsers support JavaScripting technology. DHTML uses the JavaScript technology for accessing, controlling and manipulating HTML elements. The statement in JavaScript are commands which tells the browser to perform some action. അതായത് ഇൻട്രാക്റ്റീവ് ആക്കുന്നത്, അതായത് ഒരു വെബ്സൈറ്റിനെ ഇൻട്രാക്റ്റീവ് ആക്കുന്നത് ഈ JavaScript യൂസ് ചെയ്തിട്ടാണ്. And the last and important one, that is the DOM. DOM is the document object model. It is a W3 standard, which is a standard interface of programming HTML. It mainly used for defining the objects and properties of element in HTML. അപ്പോൾ HTML objects properties of all elements are defined using this DOM, document object model വെച്ചിട്ടാണ് ചെയ്യുന്നത്.
Next is HTTP. We are already familiar with HTTP, but what is HTTP? HTTP stands for hypertext. It's a protocol. Hypertext stands for protocol. It's a protocol used to transfer data over the web. അതായത് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, അതൊരു റൂൾസാണ്, സെറ്റ് ഓഫ് റൂൾസ് ഗവർണിങ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഇൻ ഈസി, റിലയബിൾ ആൻഡ് സെക്യൂർ വേ. അങ്ങനെയാണ് നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അതിലുള്ള ഒരു പ്രോട്ടോക്കോളാണ് HTTP. ഈ പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് വെബിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ സ്യൂട്ട് ആൻഡ് ഡിഫൈൻസ് എ കമാൻഡ്സ് ആൻഡ് സർവീസസ് യൂസ് ഫോർ ദ ട്രാൻസ്മിറ്റിംഗ് വെബ് പേജസ് ഡാറ്റ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ നല്ല രീതിയിൽ ഇത് വായിച്ച് നോക്കുക. ഇതിൻ്റെ PPT PDF ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കാം. ഓക്കെ, താങ്ക് യു.